സുഹൃത്തുക്കളെ, ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കും. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടി രൂപ കടം ഉണ്ടെങ്കിലും നമുക്ക് ആ കടം വീട്ടിയെടുക്കാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡ് സെറ്റിനെ നമ്മൾ ക്ലിയർ ആക്കി എടുക്കുക. മൈൻഡ് സെറ്റിനെ ക്ലിയർ ആക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരാതി പറച്ചിലുകളും ആവലാതി പറച്ചിലുകളും ഇല്ലായ്മ പറച്ചിലുകളും നിർത്തലാക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് പറ്റത്തില്ല, നമ്മളത് ചെയ്താൽ ശരിയാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ നിർത്തി കളയുക. നമ്മൾ ചെയ്താൽ നമുക്ക് ശരിയാവും, നമുക്കത് മുന്നോട്ട് പോകും എന്ന് വിചാരിച്ച് നമ്മൾ ധൈര്യപൂർവ്വം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് കാര്യവും നമുക്ക് നടക്കും. അതല്ലാതെ നമ്മൾ ആവലാതികൾ അത് അങ്ങനെ ആയിപ്പോയി, ഇത് ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നമ്മൾ അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെ മൈൻഡ് സെറ്റിനെ നമ്മൾ ധൈര്യപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കടം മേടിച്ച ഒരാൾ നമ്മളെ ഫോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഫോൺ എടുത്ത് അയാളുടെ മറുപടി കൊടുക്കുക. അല്ലാതെ ഫോൺ എടുക്കാതിരുന്ന് നമ്മൾ ഇത് ചെയ്യാതിരിക്കുകയല്ല വേണ്ടുന്നത്. പേടിച്ച് മനസ്സിനെ പേടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് ഭയം കൂട്ടി കൊണ്ടുവരുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഭയമില്ലാതെ നമ്മൾ മുന്നോട്ട് തന്നെ നീങ്ങണം. എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് നടക്കും, നമ്മളത് ചെയ്തിരിക്കും, നമുക്കത് വിജയം എടുക്കാൻ പറ്റും എന്ന് ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര കടമുണ്ടെങ്കിലും നമുക്ക് വീട്ടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിലെന്തെങ്കിലും തെറ്റായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.